സോ നമ്മൾ കഴിഞ്ഞ സീരീസിൽ വർക്ക് അറ്റ് ടെക്കിൽ പൈത്തൻ്റെ ബേസിക് പ്രോഗ്രാമിങ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസാണ് പ്രാക്ടീസ് ചെയ്തത്. ആൻഡ് ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗീക്സ് ഫോർ ഗീക്സിലും ബേസിക് ആയിട്ടുള്ള പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് നെക്സ്റ്റ് ലെവൽ. ഇതിൽ നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ട്. And for a disclaimer, I'm not teaching you or I'm not giving you a tutorial. I'm just learning myself so that you can also learn yourself, or you can find out how to learn yourself. That's all I am trying to do. So I'm not expert. I'm not like an average in CP. I'm just a beginner and newbie. So expect that kind of things, but I put my maximum to improve so that you can also put your maximum and you can think how to solve a problem, how to approach a problem. So yeah, let's start. Question was addition of two numbers. Given two numbers A and B. So given two numbers A and B, your task is to return the sum of A and B. That's simple. അപ്പം ഇൻപുട്ടിൽ എ എന്ന് പറയുന്നത് 1 ആൻഡ് ബി എന്ന് പറയുന്നത് 2, ഔട്ട്പുട്ട് 3. സോ ആൻഡ് ഔട്ട്പുട്ട് 3, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കും. സോ ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ, അതായത് ഇൻപുട്ട് എ. അപ്പം സോ ഇതെന്ന് പറയുന്നത് ഓക്കെ, സോറി, ഇതില് ഡെഫിനിഷൻ അഡീഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻപുട്ട്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻപുട്ട്. വാട്ട് ഈസ് ഒ ബി? ഒ ബി എന്ന് പറയുന്നത് ഒരു ഒ ബി ഇസ് ജസ്റ്റ് എ പ്ലേസ് ഹോൾഡർ ഫോർ ദ ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസിന് വേണ്ടിയുള്ളൊരു പ്ലേസ് ഹോൾഡർ. ഓക്കെ, അതായത് ഇത് പൈത്തൻ്റെ ഒരു ഓപ്സ് കോൺസെപ്റ്റ് ആണ്. ഇൻ പൈത്തൺ നമ്മളൊരു ക്ലാസ്, അതായത് ക്ലാസ് സൊല്യൂഷൻ, ദിസ് ഈസ് എ ക്ലാസ് സൊല്യൂഷൻ. അപ്പം ഒരു ക്ലാസിൻ്റെ അകത്ത് ഇൻ പൈത്തൺ വെൻ യു ഡിഫൈൻ എ മെത്തേഡ് ഇൻസൈഡ് ക്ലാസ്, അപ്പം സൊല്യൂഷൻ എന്നുള്ള ഒരു ക്ലാസിൻ്റെ അകത്ത് ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നു. അഡീഷൻ എന്നുള്ള മെത്തേഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ സെൽഫ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് അങ്ങനെ നമ്മൾ റെഫർ ചെയ്യില്ലേ, അതുപോലെ ഒരു ക്ലാസിൻ്റെ അകത്ത് നമ്മളൊരു എന്താ ചെയ്യുക, ക്ലാസിൻ്റെ അകത്ത് ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് refers to the instance of the class. അപ്പോൾ നമുക്കത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. യൂഷ്വലി സെൽഫ് എന്നാണ് കൊടുക്കാറ്. ബട്ട് ഹിയർ ഒബ്ജക്റ്റ് എന്നാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അതായത് ആ ഒരു ക്ലാസ്സിനകത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ആൻഡ് സോ നമുക്കത് കംപ്ലീറ്റ്ലി ഇഗ്നോറബിൾ ആണ്. അത് ജസ്റ്റ് ഒരു മെത്തേഡിനെ റെഫർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഓക്കെ, പ്രിന്റ് ഇതിൻ്റെ ലൈക്ക് ഇതിൻ്റെ ഇൻപുട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടത്, ഔട്ട്പുട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം കോഡിങ് ഇൻ ദീസ് പ്ലാറ്റ്ഫോം. ഹാക്കറാങ്കിൽ കോഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് സോ ഐ എം ജസ്റ്റ് ഫിഗറിങ് ഔട്ട്. കമ്പൈൽ ആൻഡ് റൺ.
why this none? Okay. അത് ചിലപ്പോൾ നമ്മുടെ ഗിഗ്സ് ഫോർ ഗിഗ്സിൽ എന്തെങ്കിലും ഒരു okay, because function അതായത് I find out that അതായത് ഈ കോഡിലെ ഫംഗ്ഷൻ പ്രിന്റ് ചെയ്യുന്നത് അത് പ്രിന്റ് വരുന്നുണ്ട് ആൻഡ് then return nothing. സോ റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പം ഈ പ്ലാറ്റ്ഫോം ഗിഗ്സ് എന്താ ചെയ്യുന്നത്, എക്സ്പെക്ട് എ ഫംഗ്ഷൻ ടു റിട്ടേൺ, അല്ലാതെ പ്രിന്റ് ചെയ്യുകയല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നോട്ട് പ്രിന്റ്, അതായത് നമ്മുടെ വർക്ക് അറ്റ് പോലെ പ്രിന്റ് അല്ല ചെയ്യേണ്ടത്. ഇവിടെ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് പ്രിന്റ് റിട്ടേൺ ചെയ്താൽ. ഓക്കെ, ആൻഡ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് വേണമെന്നില്ല, റിട്ടേൺ എ പ്ലസ് ബി ഡയറക്റ്റ് ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്തു.